അസ്സലാമു പ്രപഞ്ചനാഥൻ്റെ പ്രഥമവും പ്രധാനിയുമായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് ഈ വീഡിയോയിലുള്ളത്. സമയപരിമിതി മൂലം ഭാഗങ്ങളായാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഒന്നാം ഭാഗമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ പ്രമുഖനായ ഹാഷിമിൽ നിന്ന് തുടങ്ങി പ്രശ്നകലുഷിതമായ മക്ക ചരിത്രവും മദീനയുടെ മാറ്റവും മക്ക വിജയവും നബി കുടുംബ ചരിത്രവും ശത്രുക്കളെ പ്രതിരോധിച്ച രീതിയും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. ധീരനും ബുദ്ധിമാനുമായ ഭരണാധികാരിയായിരുന്നു ഹാഷിം. തേജസ്വിയായ മാന്യദേഹം, അസാമാന്യ ശരീരഘടന, ഗാംഭീര്യം തുടിക്കുന്ന മുഖം. മക്കയുടെ നായകനാണ് അദ്ദേഹം. പേരെടുത്ത കച്ചവടക്കാരൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും അനുസരിക്കും. എന്തെന്നാൽ ഹാഷിം മക്കയുടെ നേതാവാണ്. മക്കയിൽ കഅബ എന്നൊരു വിശുദ്ധ ഭവനമുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം. അതിൻ്റെ അധിപനെ ലോകം ആദരിക്കുന്നു. കച്ചവടത്തിനായി ഹാഷിം തൻ്റെ കാഫിലയുമായി ഷാമിലേക്ക് പുറപ്പെട്ടു. കാഫില എന്താണെന്നറിയോ? കച്ചവട സാധനങ്ങളുമായി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളെയാണ് കാഫില എന്ന് പറയുന്നത്. കച്ചവട സാധനങ്ങൾ വലിയ കെട്ടുകളായി ഒട്ടകപ്പുറത്ത് ബന്ധിക്കും. മരുഭൂമിയിലൂടെ അനേക ദിവസങ്ങൾ യാത്ര ചെയ്യണം. മരുഭൂമിയിൽ കള്ളന്മാർ ഉണ്ടാകും. കാഫിലയെ ആക്രമിക്കും, സ്വത്ത് പിടിച്ചെടുക്കും, കൂടെയുള്ള മനുഷ്യരെ പിടിച്ചു കെട്ടും, അടിമകളാക്കും. അടിമച്ചന്തയിൽ കൊണ്ടുപോയി അവരെ വിൽക്കും. ഹാഷിമിൻ്റെ കാഫിലയെ കൊള്ളസംഘം ആക്രമിക്കില്ല. എന്തെന്നാൽ കച്ചവട സംഘം കടന്നു പോകുന്നത് അബിസീനിയ രാജാവിൻ്റെ പ്രദേശത്തു കൂടിയാണ്. അവിടെ വെച്ച് ആക്രമിച്ചാൽ കള്ളന്മാരുടെ അവിടുത്തെ രാജാവ് നജ്ജാഷ് പിടികൂടി കൊന്നുകളയും. കാരണം ഹാഷിം അബിസീനിയ രാജാവിൻ്റെ കൂട്ടുകാരനാണ്. ഇസ്രായുടെ പ്രദേശത്തും ഇതുതന്നെയാണ് അവസ്ഥ. എല്ലാവർക്കും ഹാഷിമിനെ വളരെ ഇഷ്ടമാണ്. യാത്രക്കിടയിൽ മരുഭൂമിയിലെ ആൾപ്പാർപ്പുള്ള ഇടങ്ങളിൽ ഇടയ്ക്ക് വിശ്രമിക്കും. ദീർഘയാത്രയാണ്. മരുപ്പച്ച ഇടയ്ക്കേ ഉണ്ടാകാറുള്ളൂ. മരുപ്പച്ച ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളവും പുല്ലും ശേഖരിക്കും. എല്ലാവരും ക്ഷീണം മാറ്റിയതിനു ശേഷം പിന്നെയും യാത്ര തുടരും. അങ്ങനെ ഷാമിലെത്തി. കച്ചവടം സജീവം. കൊണ്ടുവന്ന സാധനമൊക്കെ വിറ്റ് മക്കയിലേക്ക് വേണ്ട സാധനവും വാങ്ങി മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയിൽ അവർ മദീനയിലെത്തി. ഹാഷിമും സംഘവും കുറച്ച് ദിവസം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവിടത്തെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു. മാർക്കറ്റിൽ വെച്ചവർ ഒരു സ്ത്രീയെ കണ്ടു. അവർ കച്ചവടത്തിൽ വളരെ മിടുക്കി. ഹാഷിമിന് അവളെ വല്ലാതെ ഇഷ്ടമായി. മദീനയിലെ പ്രധാനപ്പെട്ട കുടുംബമാണ് ബനൂ നജ്ജാർ. ആ കുടുംബത്തിലെ കുട്ടിയാണ് സൽമ. സൽമയെ കല്യാണം കഴിക്കണം. വിവാഹാലോചന മുന്നോട്ടു നീട്ടി. സൽമയുടെ കുടുംബക്കാർക്ക് വളരെ സന്തോഷം. വിവാഹം വളരെ കേമമായി നടന്നു. വിവാഹത്തിന് ഹാഷിമിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ആശംസകളും അറിയിച്ച് മടങ്ങി. വിവാഹശേഷം ഹാഷിമും സൽമയും മക്കയിൽ വന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിച്ചു. സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങനെ ഒഴുകി. ഇടയ്ക്കിടയ്ക്ക് സൽമയെ കാണാൻ സൽമയുടെ ബന്ധുക്കൾ മക്കയിലെത്തി. സൽമ ഗർഭിണിയായി. ഹാഷിമും സൽമയും വളരെ സന്തോഷിച്ചു. മകളെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, പ്രസവം കഴിഞ്ഞു കൊണ്ടുവരാം, അതാണല്ലോ നാട്ടാചാരം എന്ന് സൽമയുടെ ബന്ധുക്കൾ ഹാഷിമിനോട് പറഞ്ഞു. സൽമയെ പിരിയാൻ ഹാഷിമിന് സങ്കടമാണ്. പക്ഷേ കീഴ്വഴക്കങ്ങൾ പാലിക്കാതെ പറ്റില്ലല്ലോ. സൽമ പോകാൻ തയ്യാറായി. സൽമയുടെ വെളുത്ത മുഖം സങ്കടത്താൽ നിറഞ്ഞു. ഹാഷിമിൻ്റെ കണ്ണും നനഞ്ഞു. ഹാഷിം വളരെ വിഷമത്താൽ നാളുകൾ നീക്കി. അങ്ങനെയിരിക്കെ കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി. ഷാമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ മദീനയിൽ ഇറങ്ങി സൽമയെ കാണണം. സൽമയ്ക്ക് കൊടുക്കാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങണം. കച്ചവടം കഴിഞ്ഞ് സൽമയ്ക്ക് വാങ്ങാനുള്ള സമ്മാനങ്ങളും വാങ്ങി മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്രയ്ക്കിടയിൽ ഹാഷിമിനൊരു തളർച്ച.
എല്ലാവരും പേടിച്ചു. രോഗം കൂടി. മക്ക പട്ടണത്തിൻ്റെ മഹാനായ നേതാവ് മരണപ്പെട്ടു. മയ്യത്ത് അവിടെ തന്നെ ഖബറടക്കി. നാട്ടിൽ കൊണ്ടുവരുന്നത് കഠിനമാണ്. ഇതൊന്നും അറിയാതെ സൽമ ഹാഷിമിനെ കാത്തിരുന്നു. ഇതിനിടയിൽ സൽമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഷൈബത്തുൽ ഹംദ എന്ന് പേരിട്ടു. ഒടുവിൽ സൽമ ആ ദുഃഖവാർത്ത അറിഞ്ഞു. ഇനി ഒരിക്കലും തന്നെയും മോനെയും കാണാൻ ഹാഷിം വരില്ല. മോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സൽമ വിലപിച്ചു. അടുത്ത ഭാഗവുമായി ഇനിയും വരാം.